ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു നാച്ചുറൽ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഫേഷ്യൽ മാസ്കും സ്ക്രബും, നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ മാസ്കും സ്ക്രബും അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഫേഷ്യൽ മാസ്കും സ്ക്രബുമാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു ലൈവ് റിയാക്ഷൻ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കോഫി ഫേഷ്യൽ മാസ്കും അതുപോലെ തന്നെ സ്ക്രബുമാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ഫേഷ്യൽ മാസ്കും സ്ക്രബും ഒന്നും അധികം യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല. എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ അങ്ങനെ ആ ഫംഗ്ഷൻസ് ജസ്റ്റ് ഒന്ന് തിളങ്ങാൻ വേണ്ടി മാത്രം തലേദിവസം എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ല, എനിക്കിതൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. സത്യം ഒത്തിരി ടൈമൊക്കെ എടുക്കുമല്ലോ. അപ്പം പിന്നെ ഞാൻ മെനക്കെട്ടിരുന്ന് ഒരു കോഫി ഫേഷ്യൽ മാസ്ക് സ്ക്രബ് യൂസ് ചെയ്തതിൻ്റെ ഒരു ലൈവ് റിയാക്ഷൻ റിസൾട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ കാപ്പിപ്പൊടിയും പഞ്ചസാരയും റോസ് വാട്ടറോടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ സ്ക്രബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ബോളിനകത്തോട്ട് നമ്മൾ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ തൈരും റോസ് വാട്ടറോടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കുക. ഇതിനകത്ത് നമുക്ക് അരിപ്പൊടിയും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ക്രബും മാസ്കും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ റോസ് വാട്ടർ നമ്മുടെ ഡാബറിൻ്റെ ഗുലാബറി പ്രീമിയം റോസ് വാട്ടർ യൂസ് ചെയ്യും. അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ മുടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വെക്കുകയാണ്. കാരണം ഫ്രണ്ടിലത്തെ മുടി ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടായിരുന്നു. മുടിയിലൊക്കെ ആകാൻ കുറേ മുടി ഇങ്ങനെ വരും. അപ്പോൾ മുടിയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തുണി വെള്ളം ഇങ്ങനെ മുടി ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ വെള്ളം ഇങ്ങനെ മുടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ വെക്കാം. നമ്മൾ ഈ ഒരു സ്ക്രബാണ് ആദ്യം നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ ഇവിടെ കണ്ണാടി ഇരിപ്പുണ്ട്, തൊട്ടടുത്തൊരു കണ്ണാടി ഇരിപ്പുണ്ട്. അപ്പോൾ അതേ നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം നമ്മൾ സ്ക്രബ് ഏകദേശം തേച്ചിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇരുന്നിട്ട് ശേഷം ഒരു 3-5 മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് മാസ്ക് ഇടാം. അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാം. ഇത് അധികം നേരം ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇത് വാഷ് ചെയ്ത് കളയുകയാണ്. ജസ്റ്റ് ഇതൊന്ന് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും അതിങ്ങനെ മുഖത്തിങ്ങനെ ആകുന്ന ആ ഒരു ഇത്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ആ ഒരു അനുഭവം വരുമ്പോഴത്തേക്കും നമ്മളിത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് സ്ക്രബ് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിത് വാഷ് ചെയ്ത് കളയാണ്. നല്ല രീതിയിൽ വാഷ് ചെയ്ത് നേരത്തെ എൻ്റെ മൂക്കിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു ബ്ലാക്ക് കളർ പോലെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ അതിപ്പം മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ചെറിയൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇതിൽ സോഫ്റ്റ് ആയിട്ടുള്ള തുണി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കാതെ ജസ്റ്റ് ഒന്ന് ഒപ്പി എടുക്കുക. ഇങ്ങനെ എടുക്കുക. ശരിക്കും നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല ഗ്ലോയിങ് എഫക്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. എൻ്റെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്ത് കണ്ടിന്യൂസ്ലി അല്ല, ഒരു മാസം 2 ദിവസമൊക്കെ, ഒരു മാസമല്ല ഒരാഴ്ച 2 ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ പരിശ്രമം എന്തായാലും പാഴായി. നമുക്ക് മാസ്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സ്ക്രബ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ മാസ്ക് ഇടാൻ പോവാണ്. അപ്പം മാസ്ക് ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം എനിക്കിവിടെ സ്റ്റീമറൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഡയറക്റ്റ്ലി മാസ്ക് അങ്ങ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റീം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ജസ്റ്റ് മാസ്ക് ഇടാം. അപ്പം നമ്മുടെ മാസ്ക് ഇട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് കടലമാവ് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം ഒന്നെങ്കിൽ കടലമാവോ അരിപ്പൊടിയോ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാൻ ജസ്റ്റ് അത് ചേർക്കാതെ കാപ്പിപ്പൊടിയും തൈരും കുറച്ച് റോസ് വാട്ടറും മാത്രം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാസ്കാണ് ഞാനിപ്പോൾ ഒരു ഫേസ് മാസ്കാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ വെച്ചിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കളയും. ശരിക്കും നല്ല റിസൾട്ടാണ് കേട്ടോ. എൻ്റെ ഇവിടുത്തെ ബ്ലാക്ക് സ്പോട്ടൊക്കെ സത്യം പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഫേസ് മാസ്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഇനി ഒരു കാര്യം നമുക്കിത് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ അഥവാ സ്റ്റീം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് മുഖത്ത് ജസ്റ്റ് ഒരു കോഫി പൗഡറും അതുപോലെ തന്നെ വാട്ടറും മിക്സ് ചെയ്തിട്ടുള്ള ഐസ് ക്യൂബ്സ്
ഞാൻ ഇവിടെ രാവിലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ തുറന്നിരിക്കുന്ന പോസൊക്കെ ജസ്റ്റ് ഒന്ന് അടഞ്ഞു വരും. അപ്പം ഞാനിപ്പോൾ സ്റ്റീം ചെയ്തിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒരു കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കുക, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. ശരിക്കും നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ആട്ടോ. ഇവിടുത്തെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ മാറിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായാലും മാറുന്നതായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ലൊരു ഫേസ് മാസ്ക് സ്ക്രബുമാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ ഐസ് ക്യൂബ്സ്, ഞാനിത് കാപ്പിപ്പൊടിയും വെള്ളവും കൂടെ രാവിലെ ഐസ് ട്രൈക്കകത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ഐസ് ക്യൂബ്സും തൂത്തി അതിന് ജസ്റ്റ് ഒന്ന് തുണി വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസറോ വല്ലോ ഒന്നും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തിട്ട് നൈറ്റൊക്കെ ചെയ്യുന്നെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മതി. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഡേ ഒക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുകയൊക്കെ ചെയ്യാം. ശരിക്കും പറഞ്ഞു നല്ലൊരു എന്താ പറയുക, ആ ഐസ് ക്യൂബ്സ് വിട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു. നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഞാൻ മാസ്ക് ഉണ്ടാക്കിയപ്പോൾ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഒരു കണ്ടന്റ് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. സെക്കൻഡ് മറന്നു പോയതാണ്. അതുകൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ആഡ് ചെയ്യുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു മാസ്ക് ആയിട്ട് ഇരിക്കണമെങ്കിൽ, ഇതിപ്പോൾ ജസ്റ്റ് വെള്ളം പോലെ ആയിരുന്നു ഇരുന്നത്. മാസ്ക് ആയിട്ട് ഇരിക്കണമെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ തൈരാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. തൈര് മസ്റ്റാണ്, കപ്പൊടി മസ്റ്റാണ്, റോസ് വാട്ടറോ വെള്ളവും മസ്റ്റാണ്. മറ്റേതോ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം മതി. അപ്പം ഇവയെല്ലാം സ്വതവേ നമ്മുടെയൊക്കെ മുഖത്തെ ആ ഒരു പിമ്പിൾസും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസും എല്ലാം മാറ്റുന്ന ഒരു ഇതാണ്. ശരിക്കും ഇവിടെ നല്ലൊരു എഫക്റ്റാണ്. പിന്നെ ഞാനിത് അമ്മയെ കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഗ്ലോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഗ്ലോയിങ് മീൻസ് ഒരു നേരത്തെ കണ്ടൊരു ഡൾ ആ ഒരു ഫേസിനെക്കാട്ടിലും ജസ്റ്റ് നല്ലൊരു ഗ്ലോയിങ് ഫേസ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു കാലത്തൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ലപോലെ കറുപ്പ് നിറം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇതുവഴി മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ കറുപ്പായിട്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തുമൊക്കെ ഞാനിപ്പോൾ കുറേ നാളായി അങ്ങനെ ഫേസ് പാക്കോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ മുഖം വാഷ് ചെയ്യും, മോയ്സ്ചറൈസും ക്രീം തൂക്കും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒരു മാസ്ക് സ്ക്രബ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഞാനിപ്പോൾ നിവ്യയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫേസ് മാസ്ക് സ്ക്രബുമാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആവുന്നതും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ടാറ്റാ.